ഹായ്, നമസ്കാരം. മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും സൈഡിലുമൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഔഷധ ഗുണങ്ങളുള്ള ചില ചെടികളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. സാധാരണ എപ്പോഴും റീൽസും ഒക്കെ അല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം കുറച്ച് കാര്യങ്ങൾ, ഔഷധ ഗുണങ്ങളുള്ള ചെടികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പം വീഡിയോ എടുക്കട്ടെ. ഓക്കെ, കാണണേ വീഡിയോ ഫുള്ള്. ഓക്കെ, ഡൺ. ഈ നിൽക്കുന്ന സിദ്ധ ഔഷധമാണ് ബ്രഹ്മി. ബ്രഹ്മിയുടെ ഗുണഗണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ല, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ പാഞ്ചിയല എന്ന് പറയുന്ന ഒരു തരം ചെടി. ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള ചെടിയാണെന്നുള്ള കാര്യം ഇത് നടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് പലരും പറഞ്ഞും യൂട്യൂബിലൊക്കെ കണ്ടും, അത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഈ ഇല, ഇതിൻ്റെ ഗുണങ്ങൾ ഒരു പക്ഷേ എന്നെക്കാട്ടിലേറെ നിങ്ങൾക്ക് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന്. അവരത് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഈ തളിരില ചതച്ച് ഈ വേദനയുള്ള ഭാഗത്ത് കൈമുട്ടിലോ കാൽമുട്ടിലോ ഒക്കെ പുരട്ടിയാൽ വേദന മാറും എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല. പിന്നെ ഇതിൻ്റെ പഴം കഴിച്ചാൽ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാവൂ. കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഈ ദൃഷ്ടിദോഷം ഒഴിഞ്ഞിടാൻ ഇത് ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് വാമൊഴിയായിട്ട് അറിഞ്ഞതാണ്, നാട്ടുമൊഴികളായി അറിഞ്ഞതാണ് അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെടിയുണ്ട് ഇവിടെ. മൃതസഞ്ജീവനി എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഈ മുക്കൂറ്റിയുടെ ഇടയിലാൽ നിൽക്കുന്ന ഈ ചെറിയ ചെടിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഇത് ഓരോ ഇല കഴിക്കുന്നത് ഏറ്റവും വയറിനൊക്കെ നല്ലതാണെന്ന് അറിയാം. പിന്നെ മുക്കുറ്റിയാണ്, ഇതാണ് മൃതസഞ്ജീവനി. മുക്കുറ്റിയുടെ ഇടയിലാണ് നിൽക്കുന്നത്. മുക്കുറ്റി വളരെ ഏറെ നല്ല ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും വയറിന് ഉദരസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ മുക്കുറ്റിയും ഈ പറയപ്പെടുന്ന മൃതസഞ്ജീവനിയും നല്ല ബെസ്റ്റ് പച്ച ഇലകളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻറ്റായി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.